സച്ചിൻ ചേർന്നു പാലക്കാട് നിന്ന്. സച്ചിൻ, പാലക്കാട് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ മിനിറ്റുകളിൽ എങ്ങനെയുണ്ട്? തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒപ്പം തന്നെ വോട്ടിംഗ് എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടോ? അതോ മെഷീന്റെ തകരാറൊക്കെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും മനു, പാലക്കാട് ജില്ലയിലും നല്ല തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 16-ാം വാർഡിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അയ്യപുരം വാർഡാണിത്. ഇവിടെയും നല്ല രീതിയിലുള്ള തിരക്ക് രാവിലെ 7 മണി മുതൽ തന്നെ ഉണ്ടായിരുന്നു. പാലക്കാട് നഗരസഭയിലെ 16-ാം വാർഡിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട മെഷീനിൻ്റെ ചെറിയ തകരാറുകൾ മാത്രം ഉണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ചെറിയ തകരാറുകളാണ് നിലവിലുള്ളത്. എന്നാൽ വോട്ടിംഗ് ഒരു അരമണിക്കൂറോളം വൈകാനുള്ള ഒരു സാധ്യത കൂടെ പാലക്കാട് ജില്ലയിലെ ചില സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 24 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. അതിൽ പ്രധാനമായും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പുരുഷന്മാരെക്കാളും 1 ലക്ഷത്തിലധികം സ്ത്രീകൾ ഇന്ന് സമ്മതിദായക അവകാശം നിർവഹിക്കുന്നുണ്ട്. നിരവധി സ്ത്രീകൾ തന്നെയാണ് രാവിലെയും വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ പോളിംഗ് ബൂത്തിലും എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ എല്ലാ ബൂത്തിലും നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, രാവിലെ തന്നെ അതെ, പിന്നെ നമ്മുടെ ഡെമോക്രാറ്റിക് റൈറ്റ് അല്ലേ, എല്ലാ പ്രാവശ്യവും രാവിലെ എത്താറുണ്ട്. സാധാരണ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്, ഇത്തവണ ഇല്ല. ഐ ഡി കാർഡൊക്കെ അതൊക്കെ ഉണ്ട്. രാവിലെ വരാറുണ്ട് എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ചായക്ക് കുടിച്ച് നേരെ ഇറങ്ങി വരാറുണ്ട്. കുഴപ്പമില്ലാതുണ്ട്. രാവിലെ വരാറുണ്ട്. രാവിലെ വരാം. ചേട്ടാ, എനിക്ക് പോകുന്നതിന് മുന്നേ വന്ന് അതെ അതെ തെരഞ്ഞെടുപ്പ് ഉഷാറിൽ ഇത്തവണ ഇപ്പോഴും കുഴപ്പമില്ല. പക്ഷേ എന്നാലൊരു അസൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ഒരു ക്യൂ പ്രത്യേകിച്ച് ആക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇവിടെ എത്ര വയസ്സായ ആൾക്കാർ എത്ര തന്നെ. ബാക്കിയൊക്കെ കേരളത്തിൽ ഇപ്പോൾ സമാധാനം തന്നെയാണല്ലോ. വികസനമൊക്കെ ആയിരിക്കും പ്രധാന ഇതില്ലേ, വികസനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാന. അത് ഞാനിവിടെ ഈ ബൂത്തിൽ വെച്ച് കമൻറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായും മനു, കൃത്യമായ രീതിയിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകളെല്ലാം പാലക്കാട് ജില്ലയിലും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകളാണ് പാലക്കാടും എത്തിയിട്ടുള്ളത്. പ്രധാനമായും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 24 ലക്ഷത്തോളം വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ 3000-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ പാലക്കാട് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 284 സ്റ്റേഷനുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാന ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന വിഷയങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായും രാഹുലിൻ്റെ സ്ത്രീപീഡന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ പ്രചരണത്തിലടക്കം പാലക്കാട് നഗരസഭയിലെയും അതേപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലുമാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നത്. തുടർന്ന് 14 ദിവസത്തോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിന്ന് മുങ്ങിയിട്ട് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയടക്കം രാഹുലിനായിരുന്നു UDF നൽകിയിരുന്നത്. തുടർന്നാണ് ഈ പ്രചരണം, അതായത് പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. എന്നാൽ തനിക്കെതിരെ ഒരു പരാതി പോലും ആരും നൽകിയിട്ടില്ലല്ലോ, അത്തരത്തിൽ തനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് അടക്കം ശോഭിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ പ്രചരണങ്ങളിൽ രാഹുൽ അന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആ പ്രചരണത്തിൽ, കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നേരത്തെ പരാതി നൽകുന്നത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവിദഗ്ധമായി പാലക്കാട് നിന്ന് മുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പൊങ്ങുമോ എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സച്ചിൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് പൊങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം പാലക്കാട് നിന്ന് ചോദിക്കുന്നത്. ഏതായാലും സച്ചിൻ, ഈ പറയുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കുന്നുണ്ട് കേട്ടോ കോൺഗ്രസ് നേതാക്കൾ. ഇപ്പോഴിതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന് പറയുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾ അവർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടെ തന്നെ നിൽക്കുകയാണോ? ഇത്രയും അധികം കിട്ടിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോഴും KPCC അധ്യക്ഷൻ പറയുന്നു രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു. ആ പെൺകുട്ടി നേരിട്ടെത്തി പോലീസിന്റെ മുൻപിലെത്തി മൊഴി കൊടുത്തിട്ട് പോയതാണ്. എന്നിട്ടും അവർ
ആ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. സ്വാഭാവികമായും ദിലീപ് കേസിൽ നമ്മൾ കണ്ടതാണ് അതിജീവിതക്കെതിരായ UDF കൺവീനറുടെ പ്രതികരണം. ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷപരമായ നിലപാട് എന്താണ് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അവരുടെ നിലപാട് ഇതാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സച്ചിൻ, അതോടൊപ്പം തന്നെ പാലക്കാട് ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അവിടെ ഒരു കോൺഗ്രസ് നേതാവിന് നേരെ BJP അക്രമം ഉണ്ടായിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. എന്താണ് സംഭവിച്ചത്? ആർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്? തീർച്ചയായും മനു, ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് പാലക്കാട് കല്ലേക്കാട് വെച്ച് BJPയും കോൺഗ്രസും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നത്. ഫ്ലക്സ് വെക്കുന്നതിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത് എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഇതിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണ് BJP പ്രവർത്തകർ കല്ലുപയോഗിച്ച് അടിച്ചു പൊളിച്ചു എന്ന് തന്നെയാണ് വിവരം വന്നിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിൻ്റെ KSUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അജ്മലിൻ്റെ കണ്ണിനാണ് പരിക്കേറ്റത്. നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അജ്മൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 10ഓളം BJP പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ BJPയുടെ കല്ലേക്കാട് പഞ്ചായത്തിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ട് എന്ന ഒരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പോലീസ് പ്രതിപട്ടിക തയ്യാറാക്കിയിട്ടില്ല. 5ഓളം പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ 18ാം വാർഡിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി അരുൺ എന്ന സ്ഥാനാർത്ഥിയെ കൂടെ പോലീസ് തിരയുന്നുണ്ട്. കാരണം അരുണിന് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടെയാണ് ആക്രമണം BJPയും കോൺഗ്രസും തമ്മിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്.